ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്തോന്ന്? രണ്ടുപേരും കൂടി എന്തോ സൗന്ദര്യ പിണക്കത്തിലാ അല്ലേ? കൊച്ചു കള്ളൻ, ഇതെന്നോട് ആദ്യമേ പറയണ്ടേ? ആന്റിയുടെ പിണക്കൊക്കെ ഞാൻ മാറ്റി തരുമായിരുന്നല്ലോ, എന്നോട് പറഞ്ഞ പോലെ. ഇവനെ ഞാനെന്നും അതൊക്കെ വിട്ടുകളയണ്ട ആന്റി. ചേട്ടനൊരു പാവാ, പരമശുദ്ധൻ. എടോ, താൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണോ? ഇറങ്ങി പോകാൻ പറയും ഈ കോമാളിയോട്. ഞാനങ്ങനെ പറയും. ഇതെന്റെ വീടല്ലല്ലോ സുശീലേ. അമ്മേ, എന്താ അമ്മ ഒരു ബഹളം? രാവിലെ തന്നെ ഓരോരുത്തരുമാർ എന്നെ വട്ടുപിടിപ്പിക്കാൻ വന്നേക്കുവാ. നീ ഈ ധനനെ ഇവിടുന്ന് ഇറക്കി വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ എനിക്കെന്നെ കൺട്രോൾ തെറ്റിപ്പോവും. ഇറക്കി വിടുവനെ. അല്ല സോന, സുശീലാനിക്കിത് എന്താ പറ്റിയത്? സ്വന്തം ഭർത്താവിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്റെ ധനേട്ടാ, നിങ്ങൾ ഇങ്ങനെ ചൊറിയാൻ നിൽക്കാതെ ദയവേതൊന്ന് പോ പ്ലീസ്. ഞാൻ പോയേക്കാം. സന്തോഷം അറിയിക്കാൻ വന്ന ഒരാളോട് ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടതെന്ന് സോന അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണേ. കേട്ടോ, ഞാൻ പോവാ. നിങ്ങൾക്കിത് കഴിക്കാൻ യോഗമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടേ ഞാനിത് തിരിച്ചങ്ങ് കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് പിന്നെ കാണാവേ. സോനെ, എന്ന് ഞാൻ അങ്ങോട്ട്. അമ്മാവനോട് കാണൂലേ? ഞാൻ കമ്പനിയിലേക്ക് ഇറങ്ങാം. ആ, ദാസ് വരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എന്താ രഘു? അല്ല, ഉച്ചയ്ക്ക് മിക്കവാറും എനിക്ക് വരാൻ പറ്റില്ല. ഈ കമ്പനി പോയി തുടങ്ങിയപ്പോഴാ കുറച്ച് ദിവസം അവിടെ നിന്ന് മാറി നിന്നതിന്റെ കുഴപ്പം മനസ്സിലാവുന്നത്. പിന്നെ ദാസങ്ങളെ ശ്രദ്ധിക്കുന്നതിലൊരു പരിധിയില്ലേ? പല ഏരിയയിലും കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാം. എന്തായാലും കുറച്ച് ദിവസമെങ്കിലും കർശനമായ നിലപാടിൽ മുന്നോട്ട് പോയാലേ കുറച്ചെങ്കിലും നേരെയാക്കി എടുക്കാൻ പറ്റൂ. ഇപ്പോഴെങ്കിലും നിനക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയല്ലോ, നല്ല കാര്യം. പിന്നെ കുടുംബമായാലും സ്ഥാപനമായാലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധ തെറ്റിയ അവിടെ അച്ചടക്കം ഇല്ലാതാവും. അതിൽ നിന്നാണ് എല്ലാ തകർച്ചകളും തുടങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അച്ചടക്കം പാലിച്ചാൽ മതി. നമ്മുടെ ചുറ്റുമുള്ളവരും അത് പാലിക്കാൻ തുടങ്ങും. കുറച്ചുകാലം എനിക്ക് എന്നെ തന്നെ കൈവിട്ട് പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ അമ്മാവ. ഒരു വലിയ വീഴ്ചയിൽ നിന്ന് കരകയറി വന്നുകൊണ്ട് ഇനി അങ്ങോട്ട് നല്ല കരുതലോടെ ഞാൻ മുമ്പോട്ട് പോവുള്ളൂ. ഇനി എന്റെ തെറ്റുകൊണ്ട് എനിക്കൊരു വീഴ്ച ഉണ്ടാവില്ലെന്ന് ഞാൻ അമ്മാവന് ഉറപ്പ് തരാം. നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ വിശ്വാസമുണ്ട്. പക്ഷേ ബിസിനസ് അല്ലേ, ശത്രുക്കൾ വീഴ്ത്താൻ ശ്രമിക്കും. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോവാൻ. ലച്ചുമോള് റെഡിയാ. ദേ, ഇപ്പൊ നിങ്ങൾ ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിന് നഴ്സറിയിൽ എത്താം. ആയിക്കോട്ടെ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാം അല്ലേ മോളെ? നേഴ്സറിയിലേക്ക് കുറച്ച് താമസിച്ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല. നോക്കേ, മോളെ കൊണ്ട് ഓവർ സ്പീഡിലൊന്നും പോണ്ട രഘു, കേട്ടല്ലോ? ഞാൻ സൂക്ഷിച്ചു പോവും. ലച്ചുമോള് മുത്തച്ഛനോട് നഴ്സറി പോവാന്ന് പറ. ഓ, മോള് നഴ്സറിയിലേക്ക് പോയി നല്ല കുട്ടിയായിട്ട് പഠിച്ചു മിടുക്കുകയാണ് കേട്ടോ. മുത്തച്ഛനൊരു ഉമ്മ തന്നെ.
പോയിട്ട് വാട്ടോ, നല്ല മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. എന്നാ ശരി രഘു, നിങ്ങൾ ഇറങ്ങാൻ നോക്കൂ. വൈകിട്ട് മോളെ രഘു തന്നെയാണോ കൂട്ടിക്കൊണ്ടുവരുന്നത്? ആ, അല്ലച്ച അതമ്മോ മോളെ കൂട്ടാൻ ഞാനാ പോകുന്നേ. അപ്പോഴേക്ക് അച്ഛന് ഊണൊക്കെ റെഡിയാക്കി തന്നിട്ട് പോവാൻ ടൈം ഉണ്ടല്ലോ.